ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കൃഷ്ണനും കുചേലനും. ഗുരുകുല വിദ്യാഭ്യാസ സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നതും ഉറ്റ ചങ്ങാതിമാരാകുന്നതും. ഗുരുകുല വിദ്യാഭ്യാസം എന്നാൽ വിദ്യ നേടുക എന്ന് മാത്രമല്ല, ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളിലും പങ്കാളികളാകണം. പാചക കാര്യങ്ങളിലാണെങ്കിലും, ആശ്രമം വൃത്തിയാക്കുന്നതിലാണെങ്കിലും, കന്നുകാലികളെ മേയ്ക്കുന്നതിലാണെങ്കിലും, കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്നതിലാണെങ്കിലും എല്ലാത്തിലും പങ്കാളികളാവണം. ഒരിക്കൽ കൃഷ്ണനും കുചേലനും കാട്ടിൽ വിറക് ശേഖരിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് നല്ല മഴ. അവർ ഒരു മരച്ചുവട്ടിൽ അഭയം പ്രാപിച്ചു. വിറകുകളെല്ലാം നനയാതൊരു ഭാഗത്ത് അടുക്കി വെച്ചു. മഴ തോരാൻ വേണ്ടി ഇരുവരും കാത്തുനിന്നു. പെട്ടെന്നെന്തോ ഓർത്തെടുത്ത പോലെ കുചേലൻ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, നമ്മുടെ ഈ സൗഹൃദം ഗുരുകുല വിദ്യാഭ്യാസം അവസാനിക്കുന്നതോടുകൂടി ഇല്ലാണ്ടാകുമോ? കൃഷ്ണൻ ഒന്ന് അത്ഭുതപ്പെട്ടു. എന്നിട്ടിങ്ങനെ ചോദിച്ചു, എന്താ സുധാമാവ് അങ്ങനെ ചോദിച്ചത്? കുചേലൻ തുടർന്നു, കൃഷ്ണ, അങ്ങ് സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. ഞാനോ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിലെ അംഗം. എൻ്റെ കയ്യിൽ സമ്പത്തില്ല. സമ്പത്തില്ലായ്മ നമ്മുടെ സൗഹൃദത്തിനെ ബാധിക്കില്ലേ? കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് കുചേലനോട് ഇങ്ങനെ പറഞ്ഞു, സുധാമ, ഞാൻ നിന്നെ ഒരിക്കലും സമ്പത്ത് വെച്ച് അളന്നിട്ടില്ല. നീ നമ്മയോട് കാണിക്കുന്ന ആത്മാർത്ഥതയും സ്നേഹവുമാണ് ഞാൻ അളന്നിട്ടുള്ളത്. അത് അളക്കാൻ സാധിക്കുന്നതുമല്ല. ഈ കാണുന്ന പകിട്ടും സമ്പത്തും എല്ലാം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. സ്നേഹബന്ധവും സൗഹൃദമൊന്നും സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കുവാൻ സാധിക്കില്ല. വാങ്ങിച്ചാലും നിലനിൽക്കില്ല. എന്ത് പ്രശ്നത്തിനും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും സുധാമ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ കുചേലനെ വാരി പുണരുകയാണ്.